2001 ആഗസ്റ്റ് മാസം 23-ാം തീയതി ഹരിയാന. അതിരാവിലെ 5:30. ഈ സമയത്ത് ഹരിയാനയിലെ ലിറ്റാനിയ എന്നൊരു വില്ലേജിലെ XMLA ഫാം ഹൗസിലേക്ക് ഒരു പാൽക്കാരൻ പാൽ കറക്കാൻ വേണ്ടി വരുന്നു. ഇവൻ തന്നെയാണ് സ്ഥിരമായി ഫാം ഹൗസിൽ പാൽ കറക്കാൻ വരുന്നതും. സാധാരണ പാൽ കറന്നതിന് ശേഷം ഫാം ഹൗസിന്റെ വീടിന്റെ ഉള്ളിൽ 1-ാം നിലയിലുള്ള അടുക്കളയിലാണ് പാൽ കൊണ്ടുവന്ന് വയ്ക്കാറുള്ളത്. അങ്ങനെ വയ്ക്കാൻ വേണ്ടി വീടിനുള്ളിലേക്ക് കയറുമ്പോൾ 1-ാം നിലയിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഇന്ന് അടുക്കളയിൽ പാൽ വെക്കേണ്ട, താഴെയുള്ള സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ താഴെ സെക്യൂരിറ്റിയുടെ കയ്യിൽ പാൽ കൊടുത്തതിന് ശേഷം അയാൾ പോകുന്ന നേരം അവിടെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള ഒരു ഔട്ട് ഹൗസിൽ നിന്ന് ജിത് സിംഗ് പാൽക്കാരനോട് എന്താണ് സംഭവമെന്ന് വന്ന് തിരക്കി. അപ്പോൾ പാൽക്കാരൻ പറഞ്ഞു, സോന മേഡം പറഞ്ഞു പാൽ ഇന്ന് അടുക്കളയിൽ വെക്കണ്ട, സെക്യൂരിറ്റിയുടെ കൈ കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ജിത് സിംഗിനോട് അങ്ങനെ പറഞ്ഞ് പാൽക്കാരൻ പോയി. ഇത് കഴിഞ്ഞ് ജിത് സിംഗ് അവന്റെ ജോലി ആരംഭിച്ചു തുടങ്ങി. ഈ പാൽക്കാരനോട് പാൽ താഴെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ സോന എന്ന ആൾ ആരാണെന്ന് വെച്ചാൽ ഈ ഫാം ഹൗസിന്റെ ഓണർ XMLA 2ാം ഭാര്യയുടെ മകളാണ് ഈ സോന. സമയം 7 മണിയായപ്പോഴേക്കും ആരെയും പുറത്ത് കാണാനില്ല. ഫാം ഹൗസിന്റെ ഗേറ്റിന്റെ മുൻപിൽ ഒരു സ്കൂൾ ബസ് വന്നു നിന്നു. ആ ബസ്സിലാണെങ്കിൽ XMLA വീട്ടിൽ നിന്ന് 4 വയസ്സുള്ള ലോകേഷ് എന്ന ഒരു പയ്യൻ പോകാറുള്ളതാണ്. അവൻ XMLA ചെറുമകനാണ്, അതായത് XMLA മകന്റെ മകൻ. സാധാരണയായി ബസ് വരുന്നതിന് മുമ്പ് തന്നെ റെഡിയായി നിൽക്കാറുള്ള ആളാണ് ലോകേഷ്. എന്നാൽ ബസ് വന്ന് 10 മിനിറ്റ് ആയിട്ടും ആരും വരാത്തത് കാരണം ബസ് ഡ്രൈവർ ബസ് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ വന്നപ്പോൾ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിത് സിംഗിന് എന്തോ പന്തികേട് തോന്നിയെങ്കിലും അത് വകവച്ചില്ല. കാരണം ഇന്നലെ രാത്രി ഫാം ഹൗസിൽ ഒരു വലിയ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഡാൻസും പാട്ടും എല്ലാമായിട്ട് 1 മണി 2 മണി വരെ നീണ്ടു നിന്നിരുന്നു. ചിലപ്പോൾ ആ ക്ഷീണം കാരണമായിരിക്കും ആരും എഴുന്നേക്കാത്തതെന്ന് വിചാരിച്ചു. അദ്ദേഹം അവിടെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തൻ്റെ സഹായിയായ ലോകേഷ് എന്ന ആളെ വിളിച്ച്, ഫാം ഹൗസിൽ ആരും എഴുന്നേറ്റിട്ടില്ല, നീ പോയി അവരെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ലോകേഷ് അവരെ വിളിക്കാൻ വേണ്ടി ഫാം ഹൗസിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയതും ഉറക്കെ കരയുന്ന ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്ന ജിത് സിംഗ് അത് ഇപ്പോൾ കയറിപ്പോയ ലോകേഷിന്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി വീടിനുള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ 1-ാം നിലയിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ താഴെയായി സോനയുടെ തലയിൽ അടികൊണ്ട രീതിയിൽ താഴെ വീണ് കിടക്കുന്നു. അവളുടെ വായിൽ നിന്ന് പതയും വരുന്നുണ്ട്. ലോകേഷ് ഇവരെ കണ്ടിട്ടാണ് കരഞ്ഞത് നിലവിളിച്ചത്. ജിത് സിംഗ് ബാക്കിയുള്ളവർ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി അടുത്തുള്ള മുറിയിൽ നോക്കിയപ്പോൾ ആ മുറിയിൽ XMLA ആദ്യ ഭാര്യയുടെ മൂത്ത മകൻ സുനിൽ എന്ന ആളായിരുന്നു ആ മുറിയിൽ. അതിനുശേഷം അടുത്ത മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ സുനിലിന്റെ ഭാര്യ ശകുന്തള തലയിൽ അടികൊണ്ട് രക്തം വാർന്നു കിടക്കുന്നു. അവരുടെ അടുത്തായിട്ട് 4 വയസ്സുള്ള ലോകേഷും തലയിൽ അടിയേറ്റ് മരിച്ചു കിടക്കുന്നു. അതുകൂടാതെ ശകുന്തളയുടെ കയ്യിൽ 4 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞും അടികൊണ്ട് മരിച്ചു കിടക്കുകയായിരുന്നു. ഇത് കണ്ട ജിത് സിംഗിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന ലോകേഷിനോട് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു വിട്ടു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തൊട്ടടുത്തുള്ള മുറിയും തുറന്നു നോക്കുമ്പോൾ സുനിലിന്റെ തലയിൽ അടികൊണ്ട് കിടക്കുന്നു. അത് കണ്ടു കഴിഞ്ഞ് അടുത്ത മുറിയിൽ നോക്കുമ്പോൾ സുനിലിന്റെ സഹോദരി 16 വയസ്സുള്ള പ്രിയങ്കയും തലയിൽ അടികൊണ്ട് മരിച്ചു കിടക്കുന്നു. ഇന്നലെ രാത്രി നടന്ന ബർത്ത്ഡേ പാർട്ടി ഈ പ്രിയങ്കയുടേതായിരുന്നു. അവളും മരിച്ചു കിടക്കുന്നു. ജിത് സിംഗ് അവന്റെ മുതലാളി റേരുവിനെ കാണാത്തതുകൊണ്ട് 2-ാം നിലയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ റേരു എന്ന് പറയുന്നത് XMLA റേരു റാമിനെയാണ്. അവരുടെ അടുത്ത് ചെന്ന് നോക്കാൻ വേണ്ടി റൂം തുറന്നു നോക്കുമ്പോൾ ആ മുറിയിൽ റേരു റാമിന്റെ 2ാം ഭാര്യയായ കൃഷ്ണ തലയിൽ അടികൊണ്ട് മരിച്ചു കിടക്കുന്നു. അവന്റെ അടുത്തായിട്ട് സുനിലിന്റെ 2 വയസ്സുള്ള മകളും മരണപ്പെട്ട് കിടക്കുന്നു. റേരു റാമിനെ എന്നിട്ടും കാണാതായപ്പോൾ ജിത്ത് അടുത്ത മുറിയും തുറന്നു നോക്കുമ്പോൾ റേരു ഭയങ്കരമായ രീതിയിൽ തലയിൽ അടികൊണ്ട് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഒരു വീട്ടിൽ 8 പേരും ദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നു. തലയിൽ അടികൊണ്ട് കിടക്കുന്നവരിൽ സോന ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മരിച്ചിരുന്നു. ഇത് കണ്ട ജിത് സിംഗ് അമ്പരന്ന് പോയി. പോലീസിനെ വിളിക്കാൻ വേഗം താഴെ പോയി. പോലീസും 2 വണ്ടി ആംബുലൻസും അപ്പോൾ തന്നെ എത്തി. ആംബുലൻസിൽ ആദ്യം ജീവൻ നഷ്ടപ്പെടാതെ കിടക്കുന്ന സോനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പോലീസ് വീട് മുഴുവൻ പരിശോധന നടത്തി. ആ സമയത്ത് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും വീട്ടിലെത്തി. എല്ലാവരും വീട് മുഴുവൻ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നറിയാൻ പരിശോധന നടത്തി. പോലീസ് ഫാം ഹൗസിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യാനും ആരംഭിച്ചു. അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി 1 മണി വരെ ഇവിടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷങ്ങളായിരുന്നു. ഞങ്ങൾ എല്ലാവരും അത് തീരുന്നതിന് മുമ്പ് തന്നെ റൂമിൽ വന്ന് കിടന്നുറങ്ങി എന്ന് പോലീസിനോട് പറഞ്ഞു. അവരിൽ നിന്ന് ഇനി ഒന്നും ലഭിക്കാൻ ഇല്ലെന്ന് മനസ്സിലായ പോലീസ് ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് ലഭിക്കണമെങ്കിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സോനയെ റിക്കവറായ മാത്രമേ അതിന് സാധിക്കൂ എന്ന് പോലീസ് മനസ്സിലാക്കി.
മനസ്സിലാക്കി. അങ്ങനെ പോലീസ് സോനയെ പരിശോധിക്കുന്ന ഡോക്ടറുടെ അടുത്ത് എന്താണ് ഇവൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആരോ ഇവളുടെ തലയിൽ ഇരുമ്പുവടി കൊണ്ട് അടിച്ചിട്ടുണ്ട്, അതുകൂടാതെ വിഷവും കഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല, അവൾ കഴിച്ച വിഷം ഞങ്ങൾ പുറത്തെടുത്തു എന്നും പറഞ്ഞു. 6-8 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവൾ സാധാരണ നിലയിൽ എത്തും എന്നും പറഞ്ഞു. അതിനുശേഷം അവളുടെ അടുത്ത് പോയി സംസാരിക്കാമെന്നും പോലീസിനോട് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. 6-8 മണിക്കൂറിന് ശേഷം സോനയ്ക്ക് ബോധം വന്നു. പോലീസ് അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. നിന്റെ വീട്ടിലുണ്ടായിരുന്ന നീ ഒഴികെയുള്ള എല്ലാവരും മരണപ്പെട്ടു. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ സോന പറഞ്ഞത് ഞാൻ സുൽത്താൻപൂരിലാണ് താമസം. ഇന്നലെ സഹോദരി പ്രിയങ്കയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വന്നത്. വരുന്ന വഴിക്കുള്ള സ്കൂളിൻ്റെ ഹോസ്റ്റലിലായിരുന്നു പ്രിയങ്ക പഠിക്കുന്നത്. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ വന്നതും വരുന്ന വഴിക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും വഴക്കിനെ തുടർന്ന് ഹസ്ബൻഡ് പാതി വഴിയിൽ വെച്ച് ഇറങ്ങി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാനും പ്രിയങ്കയും കൂടെ ഞങ്ങൾ പ്രിയങ്കയുടെ 16ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി ഉറങ്ങിയ ശേഷം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ തലയിൽ അടി കൊണ്ടിരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ വായിൽ നിന്ന് നുരയും വന്നു, തല കറങ്ങി വീണു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് വീട്ടിലുള്ള എല്ലാവരും മരണപ്പെട്ടു എന്ന് തന്നെ അറിയുന്നത് എന്ന് പറഞ്ഞ് സോന കരഞ്ഞു. പോലീസിനോട് ഇത്രയും നാടിനു വേണ്ടി നല്ലത് ചെയ്തിട്ടും അപ്പനെയും ബാക്കിയുള്ളവരെയും ആരാണ് കൊലപ്പെടുത്തിയതെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം പോലീസ് അവളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോയി. പോലീസിന് ഒരു തുമ്പും ലഭിക്കാതെ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിത് സിംഗ് എന്ന് പറയുന്ന ജോലിക്കാരൻ, അതായത് ഈ കൊലപാതകങ്ങളെല്ലാം ആദ്യം നേരിട്ട് കണ്ടയാള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് പറയാതിരുന്നിട്ട് എനിക്ക് വളരെ വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലീഡ് ലഭിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജിത്ത് പറഞ്ഞത് അന്ന് രാത്രി 11-12 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. അത് കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോൾ പുറത്തുകൂടി ആരോ നടക്കുന്ന പോലെ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കുമ്പോൾ ഗോഡൌണിന്റെ ബാക്കിലായിട്ട് ട്രാക്ടർ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ ബാക്കിലായിട്ട് ആരോ ഇരുമ്പുവടി പിടിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അത് കണ്ട് പേടിച്ച് കട്ടിലിൽ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞ് പുലർച്ചെ ഒരു 4-നും 4:30-ക്കും ഇടയ്ക്ക് നമ്മുടെ ടാറ്റാ സുമോ എടുത്തുകൊണ്ട് സോണിയ വളരെ വേഗത്തിൽ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒരു 15-20 മിനിറ്റിന് ശേഷം വണ്ടി തിരിച്ചുകൊണ്ട് വന്ന് പാർക്ക് ചെയ്തിട്ട് അവൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസ് സോണിയയ്ക്ക് ഈ കൊലപാതകങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഊഹിച്ചു. കൃത്യമായ കൂടുതൽ തെളിവുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആ ഫാം ഹൗസിന്റെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് പുലർച്ചെ 4 മണിക്ക് ശേഷം സോണിയ ടാറ്റാ സുമോ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് സെക്യൂരിറ്റിയോട് ചോദിച്ചു താൻ എന്താണ് നേരത്തെ ഈ കാര്യം പറയാതെ എന്ന് ചോദിച്ചപ്പോൾ സോണിയ മേഡത്തെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചാണ്. സാധാരണയായി എപ്പോഴും ഇങ്ങനെ പോയി വരുന്ന ആളായതിനാൽ കൂടുതൽ സംശയമൊന്നും തോന്നിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിച്ചു അവൾ എങ്ങോട്ടാണ് പോയതെന്ന്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അവിടെ നിന്ന് പടിഞ്ഞാറോട്ടാണ് പോയത്, പോയി ഒരു 10-20 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു എന്നും പറഞ്ഞു. പോലീസ് അവിടുന്ന് 10-20 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്താൽ എവിടെ വരെ പോകുമെന്ന് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് മാത്രമാണ് കണ്ടത്. അപ്പോൾ പോലീസ് അവൾ ആരെയോ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാൻ വേണ്ടി വന്നതാണെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം സോണിയയുടെ റൂമിനുള്ളിൽ പോയി മുറി വിശദമായി പരിശോധിച്ചപ്പോൾ അവളുടെ അലമാരയുടെ തുണികളുടെ ഇടയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിരയിൽ ഒരു ഇരുമ്പുവടി കണ്ടുകിട്ടി. ആ വടി എടുത്തു നോക്കിയപ്പോൾ അതിൽ മുഴുവനും രക്തമായിരുന്നു. പോലീസ് ഉടൻ തന്നെ ആ ഇരുമ്പുവടിയുടെ ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ സമയത്ത് തന്നെ പോലീസ് ഒന്നുകൂടി സോണിയുടെ അടുത്തേക്ക് ചെന്ന് ചോദ്യം ചെയ്തപ്പോൾ സോണിയ കൂളായിട്ടിരുന്നു. എനിക്ക് ഒന്നും അറിയില്ല, എന്താണ് സംഭവം എന്ന് പറഞ്ഞ് ഉരുളാൻ തുടങ്ങി. പോലീസ് തെളിവുകൾ ഓരോന്നായി നിരത്താൻ തുടങ്ങി. അവളുടെ അലമാരിയിൽ നിന്ന് ഇരുമ്പുവടി കിട്ടിയ കാര്യവും കൂടി പറഞ്ഞപ്പോൾ സോണിയെ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവൾ കുറ്റസമ്മതം നടത്തി. അവൾ അന്നേരം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛന് സമൂഹത്തിൽ നല്ല പേരും ധാരാളം സമ്പത്തുമുള്ള ആളായിരുന്നു. എന്നാൽ ഈ പണം അയാൾ സ്വയപ്രയത്നം ഒന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉയർന്നു വരുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം നിയമവിരുദ്ധമായ വഴികൾ ഉപയോഗിച്ചിരുന്നു. കരിഞ്ചന്തയിൽ നിന്ന് ഓയിൽ വാങ്ങി വൻതുകയിൽ മറച്ചുരുക്കുകയും ആ പണം കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിച്ച് ആളുകൾക്കിടയിൽ ഒരു നല്ല സ്ഥാനവും ലഭിച്ചു. അങ്ങനെ പല പല രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് പോയി MLA സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ സീറ്റ് കൊടുത്തില്ല. അങ്ങനെ 1990
1996 ഇലക്ഷനിൽ എൻ്റെ അച്ഛൻ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമില്ലാതെ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു MLA ആയി. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി. അങ്ങനെ വാങ്ങുന്ന വസ്തുക്കളിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും. കാരണം എൻ്റെ അച്ഛന് ഒരു ഭാര്യ മാത്രമല്ല ഉണ്ടായിരുന്നത്, 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഭാര്യയുടെ മക്കളായിരുന്നു സുനിലും പ്രിയങ്കയും. 2ാം ഭാര്യയിൽ പിറന്നതാണ് ഞാനും. ഞാൻ 2ാം ഭാര്യയിൽ ഉണ്ടായിരുന്നിട്ടും എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കാതെ സുനിലിനോടും പ്രിയങ്കയോടും ആയിരുന്നു അച്ഛന് കൂടുതൽ ഇഷ്ടം. പണം കൊടുക്കുന്ന കാര്യത്തിലായാലും വസ്തുക്കൾ എഴുതി കൊടുക്കുന്ന കാര്യത്തിലായാലും സുനിലിന്റെ പേരിൽ ഒരുപാട് സ്ഥലം എഴുതി കൊടുത്തു. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. സുനിലുള്ള കാലം വരെയും എനിക്കൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് സുനിലിനെ ഇല്ലാതാക്കിയാൽ ഇതെല്ലാം തന്റെ കയ്യിൽ വന്നു ചേർന്ന് സുഖിച്ച് ജീവിക്കാമെന്ന് മനസ്സിലാക്കിയെ തുടർന്ന് സുനിലിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു തവണ തോക്കെടുത്തു. എന്നാൽ ആ തവണ അവൻ രക്ഷപ്പെട്ടതിന് ശേഷം അച്ഛൻ എന്നെ വിളിച്ച് എനിക്ക് താക്കീത് നൽകി വിട്ടു. ഇതുപോലെ ഇനി ആവർത്തിച്ചാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. കൊന്നുകളയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചെറിയ പേടി തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു പയ്യനെ കണ്ട് പ്രണയിക്കാനും ആരംഭിക്കുന്നത്. അവൻ്റെ പേരാണ് സജീവ്. അവൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ പയ്യനായിരുന്നു. എങ്കിലും എനിക്ക് അവനെ വളരെ ഇഷ്ടവുമായിരുന്നു. അച്ഛൻ എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഈ കല്യാണം നടത്തി തന്നതും. അതിനുശേഷം ഞങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നതിന് വേണ്ടി കുറച്ച് പണവും ആവശ്യപ്പെട്ടു. അച്ഛൻ തുടക്കത്തിൽ കുറച്ച് പണം തന്നുവെങ്കിലും ഞാൻ ചോദിച്ച മുഴുവൻ പണവും തന്നില്ലായിരുന്നു. മറുവശത്താണെങ്കിൽ സുനിലിൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളും എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരോടുള്ള വെറുപ്പും കൂടി വന്നു. അവരെല്ലാം കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. ശരിയായ സമയം പ്രിയങ്കയുടെ ബർത്ത്ഡേ സമയമാണെന്ന് മനസ്സിലാക്കി. ഈ പാർട്ടിയിലാണെങ്കിൽ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇതാണ് പറ്റിയ സമയമെന്ന് തീരുമാനിച്ചു. അന്ന് എല്ലാവർക്കും പാൽപ്പായസത്തിൽ ഉറക്കഗുളിക പൊടിച്ചു കലക്കി കൊടുത്ത ശേഷം എല്ലാവരെയും ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസിന് ഇവൾ ഒറ്റയ്ക്ക് ഇത്രയും പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. വേറെ ആരുടെയോ സഹായം കൂടി ഉണ്ടെന്ന് ഉറപ്പിച്ചു. കാരണം തലയിലടിക്കുമ്പോൾ ഒരാൾ പോലും ശബ്ദമുണ്ടാക്കിയില്ല. അങ്ങനെ ശബ്ദമുണ്ടാക്കാതിരിക്കുന്ന വേണ്ടി ആരെങ്കിലും വായിൽ പിടിച്ച് പൊത്തിയിട്ടുണ്ടാവാം എന്നുറപ്പിച്ചു. അതിൽ റേരുറാമിന്റെ 2ാം ഭാര്യയെ കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികെ ശേഷം ആയിരുന്നു കൊന്നിരുന്നത്. ഇത് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ അസാധ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവളുടെ സഹായി ആരാണെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സഹായി കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പോലീസ് ആഗസ്റ്റ് 23 പുലർച്ചെ 4:30 പോയ ബസ് ഏതെന്നും അതിലെ കണ്ടക്ടറെയും കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ ഒരാളെ എന്തോ പന്തികേടായി കണ്ടു എന്നും കണ്ടക്ടർ പോലീസിനോട് പറഞ്ഞു. അവന്റെ കയ്യിൽ ഒരു ബാഗുമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നുകൂടി പറഞ്ഞു. അവൻ ഇറങ്ങിയ സ്റ്റോപ്പിന്റെ പേരും പറഞ്ഞു. പോലീസ് തുടർന്ന് ആ സ്റ്റോപ്പിലെത്തി പരിശോധന നടത്തി. അവിടെ കണ്ട ടാക്സി സ്റ്റാൻഡിൽ പോയി ചോദിച്ചു. അന്നേ ദിവസം പുലർച്ചെ 5:30 ഈ സമയത്ത് വന്ന ബസ്സിൽ ദുരൂഹതയുള്ള ഒരാൾ വരുന്നത് കണ്ടോ എന്ന് ടാക്സി ഡ്രൈവർമാരോട് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അന്ന് ഒരാൾ വന്നു. ടാക്സിയിൽ കയറി അവനോട് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്നും അതേ തുടർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നും പറഞ്ഞു. ഞാൻ പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ പോയ വഴിക്ക് റോഡ് സൈഡിൽ കണ്ട ഒരു STD ബൂത്തിൽ ഇറങ്ങി ഫോൺ വിളിച്ച ശേഷം ആ STD ബൂത്തിന്റെ പേര് ദേവ് STD ബൂത്ത്. അവിടെ ഇറങ്ങി ഫോൺ വിളിച്ചതിന് ശേഷം അവനെ വഴിവക്കിൽ ഒരു ലൈറ്റിന്റെ അടുത്ത് ഇറക്കി വിട്ടു എന്നും ടാക്സി ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ട പോലീസ് അവൻ ഇറങ്ങിയ സ്ഥലത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു തുമ്പും അവിടെ നിന്ന് ലഭിച്ചില്ല. അതിനുശേഷം ദേവ് STD ബൂത്തിൽ പോയി ആഗസ്റ്റ് 5-ാം തീയതി കാലത്ത് 5:30 7 മണിക്കും ഇടയ്ക്ക് പോയിട്ടുള്ള എല്ലാ കോൾ ലിസ്റ്റും പരിശോധിച്ചു. അതിൽ സുൽത്താൻപൂരിലേക്ക് ഒരു കോൾ പോയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സുൽത്താൻപൂർ എന്നത് സോനയുടെ ഹസ്ബൻഡ് സജീവിന്റെ സ്ഥലമാണ്. പോലീസ് വിചാരിച്ചു സജീവ് നാട്ടിലെ മാതാപിതാക്കളെ വിളിച്ചതായിരിക്കുമെന്ന്. സോനയെ സഹായിച്ചതും ഉറപ്പായിട്ടും സജീവായിരിക്കുമെന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ സോന പോലീസിനോട് പറഞ്ഞത് അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വരുമ്പോൾ വരുന്ന വഴിക്ക് വെച്ച് 2 പേരും തമ്മിൽ വഴക്കിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അന്ന് രാത്രി ഫാം ഹൗസിൽ വന്ന് എല്ലാവരെയും കൊന്നത് എന്ന് പോലീസ് ചിന്തിച്ചു. ഇതിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി സജീവിനെ തിരയാൻ പോലീസ് തുടങ്ങി. സജീവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് അവൻ ഡൽഹിയിലേക്ക് പോയി എന്ന് വിവരം ലഭിക്കുകയും ഡൽഹിയിലേക്ക് ഒരു സംഘം പോലീസ് പുറപ്പെട്ട് 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം സജീവിനെ കണ്ടെത്തിയപ്പോൾ തന്നെ സജീവിനോട് തന്റെ ഭാര്യ സോണിയ എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നും അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറഞ്ഞു പോലീസ് അവനെ ഭീഷണിപ്പെടുത്തി. അത് കേട്ട സജീവ് ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. അവന് ഒന്നും അറിയില്ല, ഇപ്പോഴാണ് ഇത് അറിയുന്നതെന്നും പറഞ്ഞു. തുടർന്ന് പോലീസ് അവനെ നുണപരിശോധന നടത്തിയ ശേഷമാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത്. പിറന്നാൾ ആഘോഷത്തിന് മുമ്പ് സോനയും സജീവും കൂടി കാറിൽ വന്നപ്പോൾ അവർ പ്ലാൻ ചെയ്തതുപോലെ പ്രിയങ്കയെ സ്കൂളിൽ നിന്ന് കൂട്ടി കാറിൽ കെട്ടിയതിനു ശേഷം അവർ 2 പേരും കൂടി വഴക്കിട്ടതിനു ശേഷം അവൻ കാറിൽ നിന്ന് ഇറങ്ങി. പ്രിയങ്ക വിചാരിച്ചു സജീവ് അവന്റെ വീട്ടിലേക്ക് പോയി എന്നാണ്. എന്നാൽ സജീവ് കാറിൽ നിന്ന് ഇറങ്ങി
കാർ 50 മീറ്റർ ദൂരം ചെന്നപ്പോൾ കാർ സോന നിർത്തിയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി കടയുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ സഞ്ജീവ് ആ സമയത്ത് കാറിന്റെ ഡിക്കിയിലുള്ളിൽ കയറി വന്നിരുന്നു. അങ്ങനെ ഉള്ളിൽ പോയി മടങ്ങി വന്ന പ്രിയങ്കയും സോനയും കൂടി കാറിൽ കയറി ഫാം ഹൗസിലെത്തി കാർ നിർത്തിയിട്ടു. ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും അറിയാതെ സജീവിനെ വീടിനുള്ളിലേക്ക് സോന വിളിച്ചു കയറ്റി. എന്നിട്ട് സോനയുടെ റൂമിലിരുത്തി. ശേഷം സോന പാൽപ്പായസത്തിൽ ഉറക്കഗുളിക കലക്കി എല്ലാവർക്കും നൽകി കൊടുത്തു. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് സജീവനെ വന്ന് വിളിച്ചു. പക്ഷേ അവർക്ക് എല്ലാവരെയും എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് അറിയില്ലായിരുന്നു. അവസാനം ഇരുവരും ചർച്ചയ്ക്ക് ഒടുവിൽ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു കൊല്ലാമെന്ന് വിചാരിച്ചു. ഇരുമ്പുവടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുലർച്ചെ 2 മണിക്ക് ഫാം ഹൗസിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യമായിരുന്നു ജിത്ത് എന്ന വീട്ടുജോലിക്കാരൻ കണ്ടത്. അതിനുശേഷം സോന ആ ഇരുമ്പുവടി സജീവിന് കൊടുത്തപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് നമുക്ക് ആദ്യം കൊലപ്പെടുത്തേണ്ടത് അവളുടെ അച്ഛനെയാണെന്നാണ്. കാരണം മറ്റുള്ളവരെ കൊല്ലുമ്പോൾ അച്ഛൻ എഴുന്നേറ്റാൽ ഇത് വലിയ വിഷയമാകും. ആരെങ്കിലും ഫോൺ വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ചു വരുത്തിയാൽ നമ്മുടെ ഗതി അതോ ഗതിയാകുമെന്നും പറഞ്ഞു. അങ്ങനെ ആരും അറിയാതെ സജീവിനെ 2ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. അച്ഛൻ ചെറിയ മയക്കത്തിലായിരുന്നു. അന്നേരം സഞ്ജീവ് ആ ഇരുമ്പുവടി വെച്ച് അടിച്ചു കൊന്നതിന് ശേഷം അടുത്തുള്ള റൂമിലേക്ക് ചെന്നിട്ട് സോനയുടെ സ്വന്തം അമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവളുടെ അടുത്തായിട്ട് 2 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ സഞ്ജീവിനോട് അവരെ കൊല്ലാൻ പറഞ്ഞു. അടുത്തുള്ള കുഞ്ഞിനെയും തലയ്ക്കടിച്ചു കൊന്നു. അതിനുശേഷം അവർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ട് സജീവിനെ ആരും ഇല്ലാത്ത ഒരു മുറിയിലേക്ക് മാറ്റിയിരുത്തി. അടുത്തുള്ള മുറി ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആ മുറിയിൽ തന്നെ സുനിലും അവൻ്റെ വൈഫും 4 വയസ്സുള്ള ലോകേഷ് എന്ന കുട്ടിയും 45 ദിവസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞും കൂടാതെ പ്രിയങ്കയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഇത് കണ്ട സോന ഞെട്ടിപ്പോയി. കാരണം ഉറക്കഗുളിക ചേർത്ത പായസം കുടിച്ചിട്ടും അവർ ഉറങ്ങാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട്. തുടർന്ന് അവരോരോരുത്തരായി മാറ്റി വിളിച്ച് കൊല്ലാമെന്ന് തീരുമാനിച്ചു. അതിനായി സോന പ്രിയങ്കയോട് പറഞ്ഞു, നീ പറഞ്ഞില്ലായിരുന്നോ കോച്ചിങ് ക്ലാസ്സിൽ ചേരണമെന്ന്, അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് അവളെ സഞ്ജീവ് നിൽക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയങ്ക ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സഞ്ജീവ് അവളുടെ തലയിലടിച്ച് അവളെ കൊലപ്പെടുത്തി. അതിനുശേഷം സുനിലായിരുന്നു അവരുടെ ലക്ഷ്യം. സുനിലിനെ വിദഗ്ധമായി സഞ്ജീവ് നിൽക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എങ്ങനെയാണോ പ്രിയങ്കയെ അടിച്ച് കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ സുനിലിനെയും അടിച്ച് കൊലപ്പെടുത്തി. ഇനി ആ റൂമിൽ ബാക്കിയുള്ളത് സുനിലിൻ്റെ വൈഫും 4 വയസ്സ് പ്രായമുള്ള ലോകേഷ് എന്ന പയ്യനും കൂടാതെ 45 ദിവസം പ്രായമുള്ള കുട്ടിയും മാത്രമായിരുന്നു. അതിനാൽ അവരെ കൊല്ലാൻ വേണ്ടി 2 പേരും കൂടി ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നാൽ അന്നേരമായിരുന്നു അവർക്ക് ആ കാര്യം മനസ്സിലായത്. ഇവർ കൊടുത്ത പാൽപ്പായസം സുനിലിന്റെ വൈഫ് കുടിച്ചില്ല എന്നുള്ളത്. ഇവളെ കണ്ടതും അവൾ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് സോന അവളുടെ വാ പൊത്തി വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടി. അവളെ കൊല്ലുന്നതിന് മുമ്പായിട്ട് അവളുടെ 2 കുഞ്ഞുങ്ങളെയും അവളുടെ കൺമുമ്പിൽ വെച്ച് കൊന്നതിന് ശേഷം അവളെയും കൊന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞ് അവർ ഇട്ടിരുന്ന രക്തക്കറ പിടിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം ഒരു ബാഗിലാക്കി മാറ്റിയ ശേഷം പുലർച്ചെ 4 മണിക്ക് സോന സഞ്ജീവിനെ ടാറ്റാ സുമേരി കയറ്റി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അതിനുശേഷം സോന തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് റൂമിൽ മറന്നു വച്ചിരുന്ന ഇരുമ്പുവടിയുടെ കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ ഇരുമ്പുവടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് അവൾ അവളുടെ റൂമിൻ്റെ ഉള്ളിലെ അലമാരി കൊണ്ടുവന്ന് ആ ഇരുമ്പുവടി വയ്ക്കുന്നത്. തുടർന്ന് ബസ് മാറി ടാക്സി മാറി പോയ സഞ്ജീവ് ആ ബാഗ് ഒരു സ്ഥലത്തിട്ട് കത്തിച്ച് കളഞ്ഞു. ആ തീയിട്ട് കത്തിച്ച സ്ഥലം പോലീസിനെ പിന്നീട് സഞ്ജീവ് കാണിച്ചു കൊടുത്തു. അവിടുന്ന് പോലീസിന് കുറച്ച് തുണികൾ കത്തിത്തീരാത്തത് കിട്ടി. അങ്ങനെ തെളിവുകൾ ശേഖരിച്ച പോലീസ് സഞ്ജീവിന്റെ മൊഴിയും സോനയുടെ മൊഴിയും കൂട്ടിച്ചേർത്ത് കോടതിയിൽ സമർപ്പിച്ചു. അതുകൂടാതെ ബസ് കണ്ടക്ടറുടെയും ടാക്സി ഡ്രൈവറുടെയും സാക്ഷിമൊഴിയും കൂടി കൂട്ടി ഇവരുടെ മേൽ കുറ്റം സ്ഥിരീകരിച്ചതോടെ അവനെ തൂക്കിലേറ്റാനും വിധിച്ചു. 2007 നവംബർ മാസം 26-ാം തീയതി ഇവരുടെ വക്കീൽ വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കണമെന്ന് വാദിച്ചു. അതേ തുടർന്ന് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. സോണയും സഞ്ജീവും ജയിലിൽ എല്ലാവരുമായി വഴക്കിടുകയും സഞ്ജീവ് കൂട്ടുകാരും ചേർന്ന് ഒരിക്കൽ ജയിലിൽ ചാടുകയും പിടിക്കപ്പെടുകയും ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞ് പരോൾ ലഭിച്ച് സഞ്ജീവ് പുറത്തുപോയി തിരിച്ചു വരാത്തതിനെ തുടർന്ന് പരിശോധന നടത്തിയ പോലീസിന് അവനെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് മീരാറ്റ് എന്ന സ്ഥലത്തു നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അവിടെ ചെന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ സഞ്ജീവിനെ പോലെ അല്ലാതെ മാറിയിരിക്കുന്നു. ഒരു സ്വാമിയായി മാറിയിരിക്കുന്നു. അവൻ്റെ പേരായിരുന്നു ഭൂമിനാഥ് ബാബ. ബാവയെ അറസ്റ്റ് ചെയ്യാൻ ആളുകൾ സമ്മതിപ്പിക്കാതെ ഒച്ച കൂട്ടുകയും പോലീസ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സഞ്ജീവിനെ പിന്നെയും ജയിലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ ഇരുവരും ജയിലിൽ തന്നെയാണ്.